ഇന്നലെ ചെയ്തതോ ഇന്നു ചെയ്യുന്നതോ അല്ലെങ്കിൽ നാളെ ചെയ്യുന്നതോ നാളെ ചെയ്യാൻ പോകുന്നതോ ആയ ഒരു കാര്യത്തെക്കുറിച്ച് ഹിന്ദിയിൽ എങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കി സംസാരിക്കുവാനായിട്ട് കഴിയും? അത് അറിയുവാൻ നമുക്ക് കഴിയും. ഒരു കാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പല വാക്കുകളുണ്ടെങ്കിലും ക്രിയാവാക്കാണ്, ക്രിയകളാണ് നാം ഉപയോഗിക്കുന്നത്. ക്രിയകൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ, ക്രിയകൾ വരുന്നത് കൊണ്ട് തന്നെ അതെല്ലാ കാലത്തിലും, കഴിഞ്ഞ കാലത്തിലും ഇപ്പോഴും വരുവാനുള്ള സമയത്തിലുമൊക്കെ അത് രൂപം അല്പം മാറി വരുന്നുണ്ട്. കഴിഞ്ഞുപോയ ദിവസത്തിനായി നമ്മൾ ഇന്നലെ എന്നും ഇപ്പോഴത്തേക്കായിട്ട് ഇന്ന് എന്നും വരുവാൻ പോകുന്ന ദിവസത്തിനായിട്ട് നാളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ ഹിന്ദിയിൽ കഴിഞ്ഞുപോയ ദിവസത്തിനായിട്ട് കൽ, ഇന്നത്തേക്കായിട്ട് ആജ്, നാളത്തേക്കായിട്ടും കല്ലെന്ന് പറയുന്നു. അപ്പോൾ കഴിഞ്ഞുപോയ ഇന്നലേക്ക് വേണ്ടിയിട്ട് ബീത്തെ ഹുവെ കൽ എന്നും, വരുവാൻ പോകുന്ന നാളേക്ക് വേണ്ടിയിട്ട് ആനെ വാല കൽ എന്നും പറയുന്നു. ഇന്നത്തേക്ക് വേണ്ടി ആജ്. കഴിഞ്ഞ കാലത്തിൽ പറയുമ്പോൾ കൽ ഗയ, ഇന്നലെ പോയി, ആജ് ജാത്ത, ഇന്ന് പോകുന്നു, കൽ ജായക, ജാവുങ്ക, കൽ പോകും. തിങ്കളാഴ്ച ദിവസം കൽ ഗയ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചക്ക് പോയി എന്നും, കൽ ജായക എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച പോകുമെന്നുമാണ്. തിങ്കളാഴ്ചയ്ക്ക് സോമവാർ, ഞായറാഴ്ചയ്ക്ക് രവിവാർ, ചൊവ്വാഴ്ചയ്ക്ക് മംഗൾവാർ. രവിവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. ചിലയിടത്ത് വാറിന് ചാറെന്ന് ചേർത്ത് പറയാറുണ്ട്. ഇന്നലേക്ക് മുൻപായിട്ട് മിനിഞ്ഞാന്നും നാളേക്ക് ശേഷം മറ്റന്നാളുമാണെങ്കിൽ ഹിന്ദിയിൽ പർസു പറയാം. ബീത്തെ ഹുവേ പർസു അല്ലെങ്കിൽ ആനെ വാല പർസു. ബീത്തെ ഹുവേ കൽ, ആനെ വാല കൽ, ഇതുപോലെ തന്നെ. അപ്പോൾ അതിന് മുൻപോട്ടാണെങ്കിൽ, അതിന് ശേഷമാണെങ്കിൽ ദോ ദിൻ പഹലെ, 2 ദിവസം മുമ്പ്, ദോ ദിൻ ബാദ്, 2 ദിവസങ്ങൾക്ക് ശേഷം, അങ്ങനെ 4 ദിന് 4 ദിവസം എന്നുള്ള രീതിയിൽ അത് കൂട്ടി അങ്ങനെ 4 ദിൻ പകലെ 4 ദിൻ ബാദ്, 10 ദിൻ പകലെ 10 ദിൻ ബാദ്. ഇത് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, 2 ഘണ്ടെ പകലെ 2 മണിക്കൂറുകൾക്ക് മുൻപ്, 2 ഘണ്ടെ ബാദ് 2 മണിക്കൂറുകൾക്ക് ശേഷം, 2 സപ്താഹ് പകലെ 2 ആഴ്ചകൾക്ക് മുൻപ്, 2 സപ്താഹ് ബാദ് 2 ആഴ്ചകൾക്ക് ശേഷം. ഇങ്ങനെ മൈന മാസത്തിന്, വർഷത്തിന് സാൽ, 2 സാൽ പകലെ 2 സാൽ ബാദ്. ഇങ്ങനെ മുൻപോട്ടോ പുറമോട്ടോ ഒക്കെ സമയത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുവാനായിട്ട് കഴിയും. പകലെ, മുൻപ്, ബാദ്മേ, പിന്നീട്, ശേഷം, ഇപ്പോൾ, അഭി. ആജ്, ഇന്ന്, കൽ, ഇന്നലെ, കൽ, നാളെ, പർസു, മിനിഞ്ഞാന്ന്, പർസു, മറ്റന്നാളിൽ. ബീത്തെ ഹുവേ കഴിഞ്ഞുപോയത്, ആനെ വാല വരുവാനുള്ളത്. അപ്പോൾ ക്രിയ ഏതായാലും ഒടുവിൽ അല്പം ഉച്ചാരണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റപ്പെടുത്തി ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവിയിലുമൊക്കെ നാം പറയുന്നുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിനായിട്ട് ഞാനൊരു ക്രിയ പറയാം. ജാന എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. ഇന്നലെ പോയി, കൽ ഗയ, ഇന്ന് പോകുന്നു, ആജ് ജാത്ത, കൽ ജാവുങ്ക, നാളെ പോകും. 2 മहीना पहले गया था, अब 2 साल बाद जाऊंगा. 2 മാസങ്ങൾക്ക് മുൻപ് പോയിരുന്നു, ഇനി 2 വർഷം കഴിയുമ്പോൾ ഫിർസെ ജാവുങ്ക. ഫിർസെ ജാവുങ്ക എന്ന് പറഞ്ഞാൽ പിന്നെയും പോകും. 4 दिन പകലെ ഉൻകോ ദേക്ക, 4 ദിവസങ്ങൾക്ക് മുൻപ് അവരെ കണ്ടു.
दो महीना बाद വേ ഹമേ ദേഖേഗ. 2 മാസങ്ങൾക്ക് ശേഷം അവർ എന്നെ കാണും. ഇന്നലെ അവർ എന്നെ കണ്ടു. കൽ വേ മുझे ദേഖ. നാളെ ഞാൻ അവരെ കാണും. കൽ മേ ഉൻകോ ദേഖൂങ്ക. ഇത് ഏപ്രിൽ ആണെങ്കിൽ ബീത്തെ ഹുവേ മൈന കോൻസായ കഴിഞ്ഞുപോയ മാസം ഏതാണ്? മാർച്ച്. ആനേവാല മൈന കോൻസായ വരുവാൻ പോകുന്ന മാസം ഏതാണ്? ഏപ്രിലിന് ശേഷം മെയ്. അപ്പോൾ മാസങ്ങൾക്കായും ഈ രീതിയിൽ പറയാം. മെയ് മേ ഗയ, മെയ്യിൽ പോയി. ജൂൺ മേ ഫിർസെ ജാവുങ്ക, ജൂണിൽ പിന്നെയും പോകും. വർഷത്തിലാക്കി പറയുമ്പോൾ 2015 മേ ഗയ, അബ് 2018 മേ ജായേഗ. 2015 പോയി, ഇനി 2000 ഫിർസെ ജായെങ്കിൽ വീണ്ടും പോകും. ഗയ അല്ലെങ്കിൽ ഗയാത്ത കഴിഞ്ഞുപോയി, ജാത്ത അല്ലെങ്കിൽ ജാത്താ ഹെ ഇപ്പോൾ, ജാവുങ്ക അല്ലെങ്കിൽ ജായേഗ നാളെ ഭാവിയിലെ കാര്യം പറയുമ്പോൾ. അപ്പോൾ ഈ രീതിയിൽ പറയുമ്പോൾ തബും അഭിയും ഉപയോഗിക്കാം. കഴിഞ്ഞുപോയ കാലത്തിലും വരുവാനുള്ള കാലത്തിലും തബു ചേർക്കാം. ഇപ്പോഴത്തേക്കായിട്ട് അഭി പറയാം. बीते हुए कल के लिए तब, आने वाला कल के लिए भी तब, आज के लिए अभी. തബ് ഗയ, അപ്പോൾ പോയി, അപ്പോൾ പോയിരുന്നു. തബ് ജാവുങ്ക, അപ്പോൾ പോകും. അവർ വിളിച്ചപ്പോൾ പോയി. ജബ്ബെ ബുലായ തബ് ഗയ. അബ് ഹം ബുലായെങ്കിൽ തബ് വേ ആയെങ്കിൽ. ഞങ്ങൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ അവർ വരും. जब बुलाया तब गया और जब बुलाएंगे तब फिर जाऊंगा. വിളിച്ചപ്പോൾ പോയി, ഇനിയും വിളിക്കുമ്പോൾ പിന്നെയും പോകും. അപ്പോൾ ജബ് ചേർത്ത് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തിനും വരുവാനുള്ള കാലത്തിലും പറയുന്നു. എന്നാൽ ഇത് പ്രസന്റിൽ പറയുമ്പോൾ എങ്ങനെയിരിക്കും? ജബ് ബുലാത്ത തബി ജാത്ത, ഈ രീതി പൊതുവെ കുറവാണ്. അപ്പോൾ ജബ് ചേർക്കുമ്പോൾ അത് കൂടുതലായിട്ടും കഴിഞ്ഞുപോയ സമയത്തിലും അല്ലെങ്കിൽ വരുവാനുള്ള സമയത്തിലും അഭി ഇപ്പോഴത്തേക്ക് മാത്രമായിട്ടും ഉപയോഗിക്കുന്നു. അഭി ഇപ്പോൾ, തബ് അപ്പോൾ. ഇവിടെ ജബ് ഈക്വൽ ടു തബ്. ഈ രീതിയിൽ ജബും തബും ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചു വരുന്നത്. പറയുമ്പോൾ അല്പസമയം മുമ്പ് എന്നുള്ളതിന് തോടി ദേർ പഹലെ എന്നും അല്പസമയത്തിനു ശേഷം എന്നുള്ളതിന് തോടി ദേർ ബാദ് എന്നുമാണ്. ബാദുമേ പഹലെ. വോ തോടി ദേർ പഹലെ ആയാത്ത. അദ്ദേഹം അല്ലെങ്കിൽ അയാൾ കുറച്ചു സമയം മുമ്പ് ഇവിടെ വന്നിരുന്നു. തോടി ദേർ ബാദ് മേൻ ജാവുങ്ക, അല്പം കഴിയുമ്പോൾ ഞാൻ പോകും. തോടി ദേർ ബാദ് ഉൻക ഘർ പേ ജാവുങ്ക, വീട്ടിൽ പോകും. ഏക് ഘണ്ട പഹലെ, 1 മണിക്കൂർ മുൻപ്. ഏക് ഘണ്ട ബാദ്, 1 മണിക്കൂർ ശേഷം. 2 ദിൻ പഹലെ, 2 ദിവസങ്ങൾക്ക് മുൻപ്. 2 ദിൻ ബാദ്, 2 ദിവസങ്ങൾക്ക് ശേഷം. 2 സപ്താഹ് പഹലെ, 2 ആഴ്ചകൾക്ക് മുൻപ്. 2 സപ്താഹ് ബാദ്, 2 ആഴ്ചകൾക്ക് ശേഷം. 2 സാൽ പഹലെ, 2 വർഷങ്ങൾക്ക് മുൻപ്. 2 സാൽ ബാദ്, 2 വർഷങ്ങൾക്ക് ശേഷം. ഇങ്ങനെ നമുക്ക് പറയാം. കുച്ച് ദിൻ പഹലെ, കുച്ച് ദിൻ ബാദ്. കുച്ച് ദിൻ പഹലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, കുച്ച് ദിൻ ബാദ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ സംഖ്യ വെളിപ്പെടുത്താത്ത സമയത്ത് അല്ലെങ്കിൽ സംഖ്യ വെളിപ്പെടുത്താതെ കുച്ച് ചേർത്ത് നമുക്ക് പറയാനായിട്ട് കഴിയും. കുച്ച് സമയപ്പോലെ, കുച്ച് മൈനോക്കെ ബാദ്, ഈ രീതിയിലും പറയുവാനായിട്ട് കഴിയും. അപ്പോൾ നാം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അത് ഏത് ക്രിയയായാലും എല്ലാ കാലങ്ങളിലും അത് വിവിധ രീതികളിൽ ഉപയോഗിച്ചു വരുന്നു.